അവധിക്കാലം മൊബൈൽ ഫോണിൽ കഴിച്ചുകൂട്ടുന്ന കുട്ടികൾക്ക് മാതൃകയാവുകയാണ് കോഴിക്കോട്ടെ ശ്രീരാമകൃഷ്ണ മിഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ. കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുകയാണ് ഈ അവധിക്കാല പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അധ്യാപകർ പറഞ്ഞു. ഇത് കാണുമ്പോൾ കുട്ടിക്കാലത്തേക്ക് പോകാത്തവരായി ആരുമുണ്ടാവില്ല. പൊതുവെ വേനലവധി എത്തിക്കഴിഞ്ഞാൽ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം സ്കൂൾ അടച്ചു കഴിയുമ്പോൾ അവിടം കൊണ്ട് അവസാനിക്കാറാണ് പതിവ്. എന്നാൽ ശ്രീരാമകൃഷ്ണ മിഷൻ അല്പം വ്യത്യസ്തമാണ്. അവധിക്കാലം കുട്ടികൾക്ക് മധുരമുള്ള ദിനങ്ങൾ സമ്മാനിക്കുകയാണ്. അതിൽ മാതാപിതാക്കളുടെ പങ്ക് ചെറുതൊന്നുമല്ല. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു വേനലവധിക്ക് ചെയ്തിട്ടുള്ളത്? നമുക്ക് 5 ദിവസത്തെ പ്രവർത്തനമായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ കളിക്കാം, രസിക്കാം, കൂട്ടുകൂടാം, അതുപോലെ മൈക്രോഗ്രീൻ, കുട്ടികൾക്ക് സുഹൃത്തുമായിട്ടുള്ള ഒരു കത്ത്. ഇതിൽ പ്രധാനമായിട്ടും കുട്ടികളുടെ ഉള്ളിലുണ്ടായ ഒരു ഭാവന തന്നെയാണ് ഇതിൽ വിജയിച്ചതെന്ന് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും കുട്ടികളെ നമ്മൾ സഹായിച്ചു. ബാക്കിയെല്ലാം അവർ തന്നെയാണ്. നല്ല നല്ല പ്രവർത്തനങ്ങളാണ് നമുക്ക് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് തന്നിട്ടുള്ളത്. നിറപ്പകിട്ടാർന്ന രക്ഷിതാക്കളുടെ ആ നല്ല കാലം തന്റെ മക്കളിലൂടെ കാണാൻ സാധിച്ചതിൽ ഇവരും ഹാപ്പിയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമുക്കൊന്നും ചെയ്തു തരാൻ ആളുണ്ടായി, അവർക്കൊന്നും അന്ന് അതിനുള്ളതുണ്ടായിന്ന് വരില്ല. അതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാൻ എന്ന രക്ഷിതാവ് എൻ്റെ കുട്ടികളെ എനിക്ക് അവരെന്നും മുൻപത്തിലെത്തി കാണാനാണ് ഇതുവരെ ആഗ്രഹം, ഇനി അങ്ങോട്ടും ആഗ്രഹം. അപ്പോൾ എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടിലെ കാര്യങ്ങളും ചെയ്യും, പുറത്തെ കാര്യങ്ങളും ചെയ്യും, കുട്ടിയുടെ കാര്യങ്ങളും ചെയ്യും. അപ്പം എന്തുകൊണ്ടും സ്കൂളിൽ നിന്നും ഇതുപോലൊരു പ്രവർത്തനം തന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടിയുടെ ഭാവിയിലേക്കുള്ള വളർച്ചയിൽ അത് ഒരുപാട് ഗുണം ചെയ്യുന്ന രക്ഷിതാവ് എന്ന നിലയിൽ ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. കുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കുന്നതിനോടൊപ്പം സമൂഹത്തിലെ നല്ലൊരു പൗരനാകാനുള്ള ഈ അധ്യാപകരുടെ പ്രവർത്തനവും അഭിനന്ദനാർഹമാണ്. ഞങ്ങൾ സാധാരണ ഒരു ക്ലാസ് കഴിഞ്ഞാൽ വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ മൊബൈലുമായിട്ട് ഇരിക്കുക. പണ്ടത്തെ കാലമല്ലല്ലോ, ഓടിക്കളിയൊന്നും ഇല്ലല്ലോ മക്കൾക്ക്. അപ്പോൾ കുട്ടികളെ അതിൽ നിന്നൊന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ അധ്യാപകർ തീരുമാനിച്ചതാണ് ഈ ഒരു വെക്കേഷൻ വർക്ക്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചേക്കാളും വളരെ നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നും കിട്ടിയത്. അപ്പോൾ കുട്ടികളെ മൊബൈലിൽ നിന്നൊന്ന് മാറ്റി നിർത്തുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അത് ഞങ്ങൾ 100% അതിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഡിയർ നീരജ്, നിനക്കും വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കിവിടെ സുഖമാണ്. നീ ഇനി വിഷുവിന് കാലിക്കറ്റിലേക്ക് വരുമോ? അവധിക്കാലം തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്ന കുട്ടികളും സന്തോഷവാന്മാരാണ്. എന്തൊക്കെയാണ് അവധിക്കാലത്ത് ചെയ്തിട്ടുള്ളത്? മൈക്രോഗ്രീൻ പ്രവർത്തനവും, കത്ത് എഴുതാം, കളിച്ച് രസിക്കാം, ഇങ്ങനെ പല പല ആക്ടിവിറ്റീസും ചെയ്തിരുന്നു. ഇത് ടീച്ചർമാരാണോ പറഞ്ഞു തന്നിട്ടുള്ളത്? ഇല്ല, ഉമ്മ പറഞ്ഞു തരുമോ? എന്തൊക്കെയാണ് ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ള കളികൾ? ഉമ്മ പറയും അമ്മക്ക് മൈക്രോഗ്രീൻ ചെയ്യാണ്ട് അമ്മക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പം ഞാനും ഉമ്മയും കൂടി ചെയ്യും. കളിച്ച് രസിക്കാനുള്ളതിന് എൻ്റെ കൂട്ടുകാരും വരും. ഈ ഉമ്മയും ടീച്ചറും പറഞ്ഞു തരാതെ വേറെന്തൊക്കെ കൂട്ടുകാരായിട്ട് എന്തെല്ലാം കളികളാണ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഒളിച്ചുകളി, തൊട്ടുകളി, കള്ളനും പോലീസും, അങ്ങനെ പല കളികൾ കളിക്കാറുണ്ട്. ഇപ്പോൾ ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്? എന്തൊക്കെ കളികളായിരുന്നു ഉണ്ടായിരുന്നത്? കളിക്കാൻ പല പല ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലൊക്കെ കുറേ മൈക്രോഗ്രീന്, വലിയവർക്ക് സമ്മാനം നൽകാം, കത്തെഴുതാം, അതൊക്കെ ഉണ്ടായിരുന്നു. ഈ വലിയവർക്ക് സമ്മാനം നൽകുക അതെന്തായിരുന്നു? അത് ഞാൻ എൻ്റെ വല്യമ്മക്ക് ഞാനൊരു ടവലിൽ വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്തിട്ട് കൊടുത്തതാണ്. എന്നിട്ട് വല്യമ്മ എന്ത് പറഞ്ഞു? വല്യമ്മക്ക് ഇഷ്ടമായിരുന്നു, നല്ല താങ്ക് യു പറഞ്ഞു. മോന് ഹാപ്പിയായി. മറ്റു സ്കൂളുകൾ മാതൃകയാക്കേണ്ട പ്രവർത്തനങ്ങളാണ് ശ്രീരാമകൃഷ്ണ മിഷൻ സ്കൂളിന്റെ ഈ പ്രവർത്തനം. രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.